ഇതുപോലെ നമ്മുടെ ഒരു കാർ നിർത്തിയുണ്ട് നിങ്ങൾ. എൻട്രി പോയിന്റ് തൊട്ട മുമ്പ് തന്നെ വന്നിട്ട് ഒരു വാഹനം നിർത്തിയുണ്ടാവും. അതൊക്കെ വലിയ അപകടമാട്ടോ, അങ്ങനെ ഒന്നും നിർത്തല്ലിട്ടോ. സ്നേഹിതന്മാരെ, നമ്മുടെ കേരളത്തിലൂടെയുള്ള പുതിയ 6 വരിപ്പാതയിലുള്ള സർവീസ് റോഡ് ഉണ്ടല്ലോ, സർവീസ് റോഡ് 2 വേ ആയിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. 2 വേ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒഫീഷ്യലി ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2 വേ ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ, ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട്. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം 2 വേ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഉറപ്പിച്ചു കേട്ടോ. എന്തായാലും 2 വേ ആയിട്ട് 2 ഭാഗത്തേക്കും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലുള്ള സർവീസ് റോഡിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പ്രശ്നമാണ്. പിന്നെ വലിയ വാഹനങ്ങളൊക്കെ 6 വരിപ്പാതയിൽ എന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 6 വരിപ്പാതയിൽ നിർത്തരുത്, സർവീസ് റോഡിലേക്ക് കയറ്റി നിർത്തണം എന്നൊക്കെ പറയുമ്പം അതും വലിയ ബുദ്ധിമുട്ടാകും. സർവീസ് റോഡ് ഞെക്കി ഞരങ്ങി പോകേണ്ടി വരും കേട്ടോ. കേട്ടോ, ഇപ്പം ബസ് പോകുന്ന സമയത്തൊക്കെ പ്രശ്നമില്ല. സർവീസ് റോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മീറ്റർ വീതി ഉണ്ട്. 7 മീറ്റർ വീതി മതി കറക്റ്റ്. വാഹനങ്ങളൊന്നും നിർത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ലോറി നിർത്തിയിട്ടുണ്ടാവും. അതുപോലെ വലിയ ലോറികളും വലിയ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ബുദ്ധിമുട്ടാകും. വലിയ വാഹനങ്ങൾക്ക് 6 വരിപ്പാതയിൽ നിർത്താനുള്ള സ്ഥലങ്ങളൊക്കെ 6 വരിപ്പാതയിൽ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് വലിയ വാഹനങ്ങൾ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ നമ്മുടെ ഒരു കാർ നിർത്തിയുണ്ടെങ്കിൽ എൻട്രി പോയിന്റ് തൊട്ട മുമ്പ് തന്നെ വന്നിട്ട് ഒരു വാഹനം നിർത്തിയുണ്ടാവും. അതൊക്കെ വലിയ അപകടമാട്ടോ, അങ്ങനെ ഒന്നും നിർത്തല്ലിട്ടോ. ആ ഓട്ടോറിക്ഷ നമ്മുടെ കാറിനെ മറികടന്ന് നമ്മുടെ 6 വരിപ്പാതയിലെ ഫസ്റ്റ് ലൈനിലേക്കാണ് കയറി വരുന്നത്. 6 വരിപ്പാതയിൽ ഫസ്റ്റ് ലൈനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, സ്പീഡിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷനെയും തെറിപ്പിച്ച് അങ്ങനെ അവിടെ പോകും. അപ്പോൾ ഇവിടെ കൂടുതൽ ആളുകളും ഇങ്ങനെയുള്ള ഏരിയകൾ നിർത്തുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഇവിടെ കുറച്ചൊരു ഒഴിവുണ്ട് എന്നുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ സർവീസ് എൻട്രിയുടെ ഭാഗത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അത് എൻട്രി ചെയ്ത് വരുന്ന വാഹനങ്ങൾക്ക് കയറി വന്നിട്ട് 6 വരിപ്പാതയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് അവർ എത്ര ഒഴിവ് കൊടുത്തത് കേട്ടോ. അല്ലാതെ വലിയ വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും ഒന്നും നിർത്താനുള്ള ഏരിയ അല്ലത്. അത് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തായാലും നല്ല ശ്രദ്ധയോടെ വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അപകടങ്ങളൊക്കെ അങ്ങ് കുറയും കേട്ടോ. അപകടങ്ങളൊക്കെ കൂടുന്നുണ്ട്. നമ്മുടെ ബൈക്കും ഓട്ടോ ഒക്കെ നിരോധിക്കാനുള്ള പരിപാടിയാണ്. അതൊക്കെ എത്രയും പെട്ടെന്നുണ്ടാവും. സർവീസ് റോഡും എല്ലാ ഭാഗത്തും വർക്ക് കഴിഞ്ഞ ഏരിയയിൽ കേട്ടോ. അല്ലാത്ത ഭാഗത്ത് ബൈക്കും ഓട്ടോ ഒക്കെ അതുവരെ വർക്ക് കഴിയുന്നത് വരെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സർവീസ് റോഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞാലൊക്കെ. പിന്നെ സർവീസ് റോഡിൻ്റെ മുകളിൽ ആളുകൾ കയറാൻ മടിക്കുന്നത് എന്താ വെച്ചാൽ ഡ്രെയിനേജിൻ്റെ സ്ലാബിൻ്റെ വർക്കാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ. ചില ഏരിയയിൽ ഒറ്റ ലൈന് കഴിഞ്ഞാൽ തൊട്ടപ്പുറം തന്നെ നമ്മുടെ ഡ്രെയിനേജ് വരുന്നുണ്ട്. ഡ്രെയിനേജ് പല ഭാഗങ്ങളിലും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ഒറ്റ സ്ലാബ് ഇട്ട് ഇതൊക്കെ വലിയ സ്ലാബുകളൊക്കെ ഇവിടെ വെച്ച് വാർത്താണ്. ഇതുപോലുള്ള ഒറ്റ സ്ലാബുകൾ അവർക്ക് നീക്കി മാറ്റി നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച പരിപാടിയാണ്. ഇങ്ങനെയുള്ള സ്ലാബുകളൊക്കെ ഇങ്ങോട്ട് വീഴുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിരങ്ങി വന്നിട്ട്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ വീഴൂല. അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിച്ച് പണിയെടുക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അത് ഞാനൊരു കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പിന്നെ വേറെ ഒന്നും കൂടി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അവർ പറഞ്ഞത് നിങ്ങൾ ശരിക്കും റോഡിലൂടെ എങ്ങനെയാണോ പോകുന്നത്, അതായത് ലെഫ്റ്റ് സൈഡ് നമ്മുടെ കേരളത്തിലെ നിയമം അനുസരിച്ച്, ഇന്ത്യയിലെ നിയമം അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് വേണം പോകാൻ. റൈറ്റ് സൈഡ് ഈ സർവീസ് റോഡിന് പോകാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് പിടിക്കുക. അതുപോലെ മറ്റ് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഈ ഭാഗം അടുപ്പിച്ച് വരിക. അങ്ങനെയൊക്കെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന വാഹനങ്ങൾക്കാണ് ഇങ്ങനെ സർവീസ് റോഡിലും ഇപ്പോൾ അപകടം സംഭവിക്കുന്നുണ്ട്. അതൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പരമാവധി ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. പിന്നെ അതുപോലെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളി കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.